വിസ തട്ടിപ്പിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം അതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കൂട്ടുകെട്ടും തന്നെയാണ്. ഇപ്പോഴത്തെ പ്രതീക്ഷയുള്ള നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു പറഞ്ഞാൽ ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിന് കുറച്ചും കൂടി നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓപ്പറേഷൻ സ്കൈ എന്ന് പറഞ്ഞു ഉണ്ട്, പക്ഷെ അത് നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പരാതികൾ അവരുടെ പാരിതോഷികമായി മാറും. കോതമംഗലത്തുള്ള ഒരു സോബിനെ നാട്ടുകാർ വളഞ്ഞപ്പോൾ അവിടുത്തെ CI വന്നിട്ടോ SIO വന്നിട്ട് പറയുവാണ്, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നാട്ടുകാരും പറയുന്നത് എന്താ, ഇത്രയധികം വിസ തട്ടിപ്പ് നടന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പുറകെ പോകണ്ടല്ല. അവർ പിന്നെ എന്ത് ചെയ്യും? ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തൊഴിൽ ഇവിടെ ചെയ്യാൻ പറ്റും. ഞാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കുറേ കേസ് പിടിക്കും, എന്നിട്ട് കംപ്ലൈൻറ്റ് പോലീസിന് കൊടുക്കും. പോലീസ് അത് അന്വേഷിച്ചിട്ട് റെഫർ ചെയ്യും, അല്ലെങ്കിൽ അതാവും. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അത് ഞങ്ങൾക്ക് അറിയില്ല. 10 ലക്ഷത്തിന് മേലെ നഷ്ടപ്പെട്ടവരെ എണീക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ തട്ടിപ്പ് നടക്കുന്നത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിസ തട്ടിപ്പ് നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. വളരെ മുൻപ് തന്നെ, ഏകദേശം ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പ്, ഞാൻ ചെമ്പോള നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് കേന്ദ്രം ഏറ്റുമാനൂർ കേസ് നടത്തി. അത് CBI വന്നു, ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്നു, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ് വന്ന് കഷ്ടപ്പെട്ട് ഞാൻ ആ സ്ഥാപനം ഒന്ന് പൂട്ടിച്ചെടുത്തു. കേസുണ്ട് എനിക്കെതിരെ ട്രസ്പാസ് കയറി. നമ്മൾ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്താലും ഒരു കുരിശ് നമുക്ക് കിട്ടും. കാരണം വിസ തട്ടിപ്പിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം അതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കൂട്ടുകെട്ടും തന്നെയാണ്. എല്ലാവരും അടക്കം പറഞ്ഞില്ലെങ്കിലും ഭൂരിഭാഗം MLA, MP, പഞ്ചായത്ത് മെമ്പർ, പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻ്റ്, അവിടുത്തെ പോലീസുകാരൊക്കെ തന്നെ ഈ വിസക്ക് ഒരു സൈഡ് നിൽക്കും. ഒരിക്കലും പൈസ പോയവരുടെ കൂടെ, വിസക്ക് പൈസ കൊടുത്ത് നഷ്ടപ്പെട്ട ബലിയാടുകളുടെ കൂടെ, ഇരകളുടെ കൂടെ നിൽക്കാറില്ല. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നടത്തിയ കേസാണ് ഇന്നും ഹൈക്കോടതിയിൽ 1983 പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷൻ ആക്ട് ബെന്നി ജോസഫ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ആ ഉത്തരവാണ് ഇന്ന് നിൽക്കണം. അതിൻ്റെ മുകളിലോട്ട് ആരും പോയിട്ടില്ല. സത്യത്തിൽ ഗവൺമെൻറ് വക്കീലന്മാർക്ക് തന്നെ ഇപ്പോഴത്തെ പ്രതീക്ഷയുള്ള നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഡ്വക്കേറ്റ് ജനറലിനെ വിളിച്ചു പറഞ്ഞാൽ ഈ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിന് കുറച്ചും കൂടി നിയമങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഒന്ന്, വിസയുടെ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ, വിസ കൊടുക്കാനാവട്ടെ എന്താവട്ടെ, വിസേനെ കുറിച്ചൊരു വാക്ക് പറയണമെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെ ഒരു സാങ്ഷൻ മേടിച്ചിരിക്കണം. ഫേസ്ബുക്കിലിട്ടാലും പത്രങ്ങളിലിട്ടാലും ഇൻസ്റ്റാഗ്രാമിലിട്ടാലും എങ്ങനെ പരസ്യം ചെയ്താലും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ക്ലിയറൻസ് ഇല്ലാതെ വിസ കച്ചവടം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇതിവിടെ നിൽക്കും. ഈ ജൂലൈ 11-ാം തീയതി എറണാകുളം ചാവറ കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് ജനപക്ഷവും സിസ്റ്റർ മേരി ട്രീസയും കൂടി ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിസ തട്ടിപ്പിന് ഇരയായവരെ വിളിച്ചിരുന്നു. 252 പേര് രജിസ്റ്റർ ചെയ്തു. ഏകദേശം 200ഓളം പേര് അവിടെ വരികയും ചെയ്തു. ഒരു 5 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഒരു സെമിനാറായിരുന്നു. ഉച്ചഭക്ഷണത്തോടു കൂടി അത് പിരിയുകയും ചെയ്തു. ജസ്റ്റിസ് കമാൽ പാഷയായിരുന്നു അന്ന് വന്ന് സംസാരിച്ചത്. പിന്നെ അഡ്വക്കേറ്റ് മനു വിൽസൺ, ഒരു കൺസൾട്ടൻ്റായ ട്രാവൽ കൺസൾട്ടൻ്റായ വിഷ്ണുപ്രിയ, പിന്നെ ഞാനും സിസ്റ്ററും. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിനെ ക്ഷണിച്ചിരുന്നു, വന്നില്ല. തിരുവനന്തപുരത്തും കൊച്ചിയിലും വിളിച്ചിരുന്നു, മെയിലും അയച്ചിരുന്നു. എറണാകുളം കമ്മീഷണറെ വിളിച്ചിരുന്നു, എറണാകുളം ജില്ലാ കളക്ടറെ വിളിച്ചിരുന്നു, എറണാകുളം MLAനെ വിളിച്ചിരുന്നു, ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിനെയും വിളിച്ചിരുന്നു. പക്ഷേ ആരും വന്നില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നേ വരെ വിസക്ക് 10 പൈസ പോയിട്ടുമില്ല, ആരും പറ്റിച്ചിട്ടുമില്ല. എന്നാലും ഈ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഈ കേസിനിറങ്ങിയത്. ദൈവത്തെ ഓർത്ത് പ്രതീക്ഷയുള്ള നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വിസ തട്ടിപ്പിന് വളരെ ഗൗരവമായി, ഇപ്പോൾ ഒരു സാധനം ഓപ്പറേഷൻ സ്കൈ എന്ന് പറഞ്ഞു ഉണ്ട്, പക്ഷെ അത് നല്ല പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പരാതികൾ അവരുടെ പാരിതോഷികമായി മാറും. ഇഷ്ടംമാരെ വിസ തട്ടിപ്പ്, 1 തവണ 2 തവണയല്ല. ഇതിൽ ഏറ്റവും രസം, കോതമംഗലത്തുള്ള ഒരു സോബിനെ നാട്ടുകാർ വളഞ്ഞപ്പോൾ അവിടുത്തെ CI വന്നിട്ടോ SIO വന്നിട്ട് പറയുവാണ്, എറണാകുളം ടൗൺ ഹാളിൻ്റെ അവിടെ നിന്നല്ലേ പൈസ മേടിച്ച, അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കണം, കോതമംഗലത്ത് ചോദിക്കാൻ പാടില്ല. ഏത് കോത്താഴത്തെ ഉത്തരവാണെന്നൊന്നും ആലോചിച്ച് നോക്കിയേ.
ഇതാണ് വിസ തട്ടിപ്പിൻ്റെ പ്രധാന പ്രശ്നം. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നാട്ടുകാരും പറയണത് എന്താ, ഇത്രയധികം വിസ തട്ടിപ്പ് നടന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പുറകെ പോകണ്ടല്ലാന്ന്. അവർ പിന്നെ എന്ത് ചെയ്യും? ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തൊഴിൽ ഇവിടെ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അതിനുള്ള ഒരു തൊഴിൽ സാഹചര്യം കേരളത്തിലുണ്ടോ? കൈക്കൂലിയും എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ നാട്ടത്തി കൈക്കൂലി മേടിച്ച് അവനെ കൊല്ലും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടികൾ കെട്ടുതാലി പണയം വെച്ചോ വീട് പണയപ്പെടുത്തിയോ എല്ലാം വിറ്റ് പെറുക്കിയാണ് 10, 15, 25 ലക്ഷം രൂപ കൊടുത്ത് രക്ഷപ്പെടണം. ഓരോ ഏജൻസിയും 18 കോടിയൊക്കെ പറ്റിച്ചു എന്ന് പറഞ്ഞത്. 18 കോടി എന്ന് പറഞ്ഞാൽ 1800 ലക്ഷം രൂപ. ഇതിന് പങ്ക് പറ്റുന്നവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതി. ദൈവത്തെ ഓർത്ത് പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെ എൻ്റെ ഒരു മാന്യത വെച്ച്, എൻ്റെ ഫോൺ മിക്കവാറും എല്ലാം റെക്കോർഡിംഗ് ആണ്, മാന്യത വെച്ച് ഞാനത് പുറത്ത് വിടുന്നില്ല. ഞാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കുറേ കേസ് പിടിക്കും, എന്നിട്ട് കംപ്ലൈൻറ്റ് പോലീസിന് കൊടുക്കും, പോലീസ് അത് അന്വേഷിച്ചിട്ട് റെഫർ ചെയ്യും, അല്ലെങ്കിൽ അതാവും. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല? അത് ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിൻ്റെയും കേരള പോലീസിൻ്റെയും ഒരു വെബ്സൈറ്റിൽ ഇത് പരസ്യപ്പെടുത്തിക്കൂടെ? അപ്പോൾ കുട്ടികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവൂലേ, പുതിയ യുവാക്കൾക്ക് മനസ്സിലാവൂലേ എത്ര ഏജൻസി തട്ടിപ്പുണ്ട്? ഇതൊന്നും ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ചാപ്പാട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. ദൈവത്തെ ഓർത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു വിസക്ക് പൈസ എവിടെയെങ്കിലും കൊണ്ടേ കിടക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഒന്ന്, ആ ഏജൻസിയുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശം കൊടുക്കുക. ഇന്ന ഏജൻസി, സെൻറ്റ് ജോസഫ് ആവട്ടെ, മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, മറ്റേതാവട്ടെ മറിച്ചതാവട്ടെ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വെറും 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഈ ഏജൻസിക്ക് വേണ്ട ലൈസൻസുകളുണ്ടോ, വെറും കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ 150 രൂപയുടെ ലൈസൻസ് അല്ലാതെ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിൻ്റെ വിദേശത്ത് പഠിക്കാനാവട്ടെ തൊഴിലിനാവട്ടെ, ശരിക്കും പഠിക്കാനാ ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഉഡായിപ്പാണ്, പക്ഷേ ചോദിക്കണം. രണ്ടാമത് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിലും ചോദിക്കണം. മൂന്നാമത് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നിങ്ങൾ 15-25 ലക്ഷം രൂപയൊക്കെ വല്ല കൊടുക്കണം, അല്ലെ വേണ്ട 10 ലക്ഷം കൊടുക്കണ്ടല്ലോ, വെറും 2000-3000 രൂപ ഒരു വക്കീലിന് കൊടുത്തിട്ട് ആ വക്കീൽ ചിലപ്പോൾ ഇതിൻ്റെ എംബസിയിലും ഇവിടേക്ക് നോട്ടീസ് അയക്കാൻ പറ്റും, ഈ വിസ ശരിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരുത്തൻ ഈ ജൂലൈ 11 മീറ്റിങ്ങിന് വന്നവൻ പറയണു, അവനെ വിസയും കാണിച്ച് ടിക്കറ്റും കൊടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഫ്ലൈറ്റിന് എന്തോ കുഴപ്പമുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വേറെ ടിക്കറ്റും കൊടുത്ത് അവൻ തിരിച്ചു പോന്നു, പിന്നെ അങ്ങോട്ട് വന്നില്ല. അപ്പോൾ എത്രത്തോളം ഈ തട്ടിപ്പുകാർ ടെക്നിക്കലി വളർന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഒരു സങ്കടം വന്നത്, ഈ 200ഓളം പേര് ചാവറയിൽ ഇങ്ങനെ നിരന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു 1 ലക്ഷം കൊടുത്തവർ നഷ്ടപ്പെട്ടവർ എണീക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 പേര്, 2 ലക്ഷം അപ്പോൾ ഒരു 10-15 പേര്, 5 ലക്ഷം, 10 ലക്ഷം. അവസാനം ഞാൻ പറഞ്ഞു 10 ലക്ഷത്തിന് മേലെ നഷ്ടപ്പെട്ടവർ എണീക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 10-60 പേര് അങ്ങോട്ട് എണീറ്റ് 10 ലക്ഷത്തിന് മേലെ നഷ്ടപ്പെട്ടതേ. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ നിയമങ്ങൾ അത് നടപ്പാക്കാൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിനും പോലീസിനും ഫോറിൻ അഫെയർ മിനിസ്റ്റർക്കും ഞങ്ങളെല്ലാം വെയിലത്ത് നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഇവിടുത്തെ ഓരോ MLAക്കും MP-ക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആ കർമ്മം നിങ്ങൾ ചെയ്യണം. ആരും പരാതിപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വമേധയാ വിസ തട്ടിപ്പ് ഭരണാധികാരികൾക്കും പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻറ്റിനും നിർത്താൻ പറ്റുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തെ ഓർത്ത് ഈ പാവങ്ങളുടെ കൈക്കൂലി കൊണ്ട് നിങ്ങൾ വളരരുത്. വിസ തട്ടിപ്പ് മൊത്തമായി തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.